സുഹൃത്തായിക്ക് ഗസ്റ്റ് ഉണ്ടല്ലോ. അവൾ എന്നെ പേഴ്സണലായിട്ട് കല്യാണം വിളിക്കാൻ വന്നതാ. അത് ശരി, നമ്മളെ ഒന്നും ക്ഷണിക്കുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാ വേറെ ആരെയും കാണുന്നില്ലല്ലോ. ഓ, ജോക്ക് 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 തമാശ പറയുന്ന ഡോക്ടർ അതേറ്റാണ് ആ സൈസ്. ആണോ? അല്ലേ സൂര, ഞാൻ ഇറങ്ങുന്നു. ഞാൻ വന്നോണ്ടാണോ ഈ ഇറങ്ങിപ്പോക്ക്? ഞാനങ്ങനെ പച്ചയ്ക്ക് മനുഷ്യരെ തിന്നാറില്ല. ഞാൻ അങ്ങനെ പച്ചയ്ക്ക് തിന്നാനിരുന്ന് കൊടുക്കാറുമില്ല. എന്നാ സ്വയം പൊഴിഞ്ഞൊരു പ്ലേറ്റ് കയറി ഞാൻ വന്ന് ട്രൈ ചെയ്യാം. അയ്യോ, കണ്ടു, രണ്ടുപേരും തുടങ്ങി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ അസുഖം? അഭിനയമല്ലേ സുഹറ, സത്യത്തിൽ പ്രേമമല്ലേ, അതിതീവ്ര അനുരാഗം. അത് ഉള്ളിൽ നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകുന്നത് ഈ ഫോമിലാണെന്ന് മാത്രം. ഇവളുടെ ഉഡ്ബി പോലീസ് പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇവൾക്ക് എന്നോട് ഭയങ്കര ലപ്പായിരുന്നു. സത്യം തന്നെ ജാൻകി. സുന്ദരിയാണ് കേട്ടോ, നല്ല ബെസ്റ്റ് ഫേസ്, പിന്നെ എല്ലാം കൊള്ളാം. മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നവളോട് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോവാൻ? ശ്രീനിവാസനോട് അവളങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾക്ക് സങ്കടം ഉണ്ടാവും. സത്യത്തിൽ നിങ്ങളായിരുന്നു തമ്മിൽ ചേരേണ്ടത്. എന്തിന്? ഇതെന്തോന്നൊരു ഹിന്ദി സിനിമയുടെ കഥയെ. അമരീഷ് പുരിയുടെ മോള്, അമരീഷ് പുരിയുടെ മോളെ അനുപം ഖേറിന്റെ മോൻ കയറി പ്രേമിക്കുക. ഒടുവിൽ കുറെ മെലോ സീൻസും തൂത്തുവാരിട്ടടിയും പിന്നെ കല്യാണവും പിന്നെ ശുഭം എന്നെഴുതിയ ലാസ്റ്റ് കാർഡും. അവളുടെ തന്തയുടെ ക്ലൈമാക്സ് എന്റെ കൈ കൊണ്ടാകുമോ എന്ന ഡൗട്ടിലാണ് ഞാൻ. മതി, ഞാനില്ല. പണ്ടത്തെ ജാനകി അറിയാവുന്നോണ്ട് പറഞ്ഞതാ. അവൾ വളരെ നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി. ഇഷ്ടാണോ സത്യായിട്ട്? പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഹൃദയത്തിന്റെ നെല്ലിപ്പടിക്കടി. നെല്ലിപ്പടി, നെല്ലിക്കോട് ഭാസ്കരനല്ല, അവിടെ മൂടിക്കിടക്കട്ടെ. സവാരി ഗിരിഗിരി. എനിക്ക് ടൗണിലാ പോണ്ടത്. ഇവിടെയല്ല, ടൗൺ ടൗൺ. ചുമ്മാ ടൈം വേസ്റ്റ് பண்ணாதமா. കേരളാവിലെ ഇരുന്ന് ഹാഫ് പാന്റ് പോട്ട ഒരു ഡോക്ടറെ കിഡ്നാപ്പ് പണിയാச்சு. കുത്തടി പുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക്ക ചിക്കാ. ഇങ്ങോട്ട് വാടി. ഓ, നിങ്ങളാണ് ഇത് ചെയ്തത്. Why did you do this? നീ സയൻസ് പഠിച്ചപ്പോ രാമൻ എഫക്ട് പഠിച്ചിട്ടില്ലേ? ഡോക്ടർ CV രാമന്റെ തിയറി. ഇത് രാവണൻ എഫക്ട്. പെങ്ങളുടെ മൂക്കും മുലയും മുറിച്ചു എന്നറിഞ്ഞപ്പോഴാ മൂപ്പര് പുഷ്പവിമാനം സ്റ്റാർട്ട് ചെയ്ത് ചെന്ന് ചീതപ്പെണ്ണെ അടിച്ചോണ്ട് വന്നത്. ജനകന്റെ മോളല്ലോ ചീതപ്പെണ്ണ്, അവളെയല്ലോ രാവണൻ തമ്പ്രാ അടിച്ചോണ്ട് പോന്ന്. ആശാ ഭോസ്ലെ പാടിയ ഈ ഗാനം നീ കേട്ടിട്ടില്ലേ ജാൻകി? പടം രാമനത്തിന് രാമനടി, സംവിധാനം P മാധവൻ. ഇത് ക്രൂവലാണ്. നിങ്ങൾ എന്താ ബാൻഡിറ്റ് കിങ്ങോ? കിഡ്നാപ്പ് ചെയ്യാനൊക്കെ? എനിക്ക് വീട്ടിലേക്ക് പോണം. പ്ലീസ് ലെറ്റ് മീ ഗോ. ഇതൊരു ബിസിനസ് ഡീലാണ്. നിന്നെ വെച്ച് ഞാൻ വില പേശും. നിങ്ങൾ ഈ കാണിക്കുന്നത് ചീപ്പാണ്. യെസ്, ഐ നോ ദാറ്റ്. പക്ഷെ ഓരോ ശത്രുവും അർഹിക്കുന്ന യുദ്ധമുറയുണ്ട്, അതേ പ്രയോഗിക്കാവൂ. പേനിനെ കൊല്ലുക നഖം അമർത്തിയാണ്. ഇരുമ്പ് കൂടത്തിനടിച്ചല്ല, എലിക്ക് പാഷാണം. അല്ലാതെ AK-47 എടുത്ത് ആരും ഫയർ ചെയ്യാറില്ല. നിന്റെ തന്തപ്പടിക്ക് നീ ഒരു ദൗർബല്യമാണെന്ന് എനിക്കറിയാം. നാള് കുറിച്ച് വെച്ച കല്യാണം അടുക്കുന്നു. ശേഖരൻ നമ്പ്യാരുടെ തലയ്ക്കകത്ത് ഇനി എന്റെ വാക്കുകൾ കയറും. അതുവരെ നീ ഇവിടെ ഇരി. ഗൗണ്ടറെ തമ്പി, ഇത് ശക്തിവേൽ ഗൗണ്ടർ, ഇത് മിസ്സസ് ഗൗണ്ടർ. ഇത് ഗൗണ്ടറുടെ നാട്ടുരാജ്യമാണ്. ഇവിടെ നിയമവും നീതിയൊക്കെ ഇയാള് നിശ്ചയിക്കുന്നതാണ്. അശോകവനിയിലെ ചിന്താവിഷ്ടയ സീതയെ പോലെ നിനക്ക് ഇവിടെ കഴിയാം. ശേഖരൻ നമ്പ്യാരുടെ ബുദ്ധി തെളിയുന്ന ദിവസം അടുത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്ക്. അന്ന് നിനക്ക് വീട്ടിൽ പോ. ഗൗണ്ടറെ, ഞാൻ പോണു. ഡോക്ടർ അമ്മാവെ നല്ല പാത്തുക്കോങ്ങ. I am sorry. Hi Ravanan. என்ன? உங்களதா. How are you Ravanan? என்னடி சொன்னே? Ravanan, நீங்க ராவணன் தான். என்ன? டாக்டர் ஆண்டி கடத்திட்டு வந்தது யாரு? நீங்க. அவங்க பேர் என்ன? ஜானகி. ஜானகின்னு சொன்னா சீதா தான். சீதாவை கடத்திட்டு போனவன் ராவணன். புரிஞ்சுதா? அடி பாவி, யாரடி சொன்ன இதெல்லாம்? அதோ அவங்கதான். நான் ராவணன்.
അവള് സീത. നീ ആരെ ഷൂർ പണുകയാ? ഈ പിള്ളേരുടെ ഇടയിൽ എനിക്കൊരു ഹീറോ ഇമേജ് ഉണ്ടായിരുന്നു. നീ അത് പൊളിച്ചടിക്കുകയല്ലേ? രണ്ടും കൂടി നടക്കില്ല ബൈ. പോക്കർത്തരം കാണിക്കുകയും വേണം, ഹീറോ ആയിട്ട് വിലസും വേണമെന്ന് പറഞ്ഞാ അത് ഇത്തിരി പാടാ. നീ ഇവിടെ സെറ്റായ ജാലിയായിട്ട് കൂടുകയാണെന്ന് തോന്നുന്നു. പിന്നെന്ത് വേണം? ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു കളയോ? ഉവ്വ, കരഞ്ഞിട്ടും പിടിച്ചിട്ടും കാര്യമില്ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ പ്രിട്ടൻഡ് ചെയ്യുന്നതാ. പക്ഷേ ചിലപ്പോഴൊക്കെ രാവണ ഇവിടം എനിക്ക് ഇഷ്ടമാവുന്നുണ്ട്, ചിലപ്പോഴൊക്കെ നിന്നെയും. ഗുരുസ്വാമി, എന്റെ അമ്മ റെഡിയാ? അമ്മ റെഡി ആനാ? ആനപ്പുറത്ത് കയറണം. അല്ല തലൈവ, അമ്മ റെഡി. പക്ഷെ ഇങ്ങ എല്ലാവരും ரொம்ப ഡസ്പ്. അമ്മാവ് പറഞ്ഞയക്കാൻ മടി. ഞാനും വലിയ സങ്കടത്തിലാടോ. പറഞ്ഞയക്കാൻ എനിക്കും മടിയാ. തലൈവ, அந்த அம்மாவை நீங்களே கல்யாணம் செய்ய தலைவா. அதுதான் ഇവിടെ எல்லாருடைய ஆഗ്രഹம். എന്താ റിലീസ് കിട്ടിയതിന്റെ നന്ദി പ്രാർത്ഥനയാണോ? ഇത് കുമുദത്തിന് വേണ്ടിയാ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം എളുപ്പം നടക്കുമെന്നാണ് ഒരു മിത്ത്. അവൾക്ക് പാവം നല്ല വിഷമമുണ്ട്. പ്രായം കൂടുതലേ. തടിയും കുറച്ച് ഓവറാ. പേരറിയാത്ത ദേവി അതങ്ങ് നടത്തിക്കൊടു. ആ പാവം ഗൗണ്ടറുടെ ഒരേ ഒരു പ്രശ്നമാണ് നീണ്ടു പോകുന്ന സഹോദരിയുടെ വിവാഹം. ഞാനും കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫലം ഉണ്ടായെന്നറിഞ്ഞാ ഞാൻ തന്നെ അറിയിക്കാം. ഇല്ല, വളരെ ലേറ്റായി ചെന്ന ഒരു നിവേദനമുണ്ട് ഈ ദേവിയുടെ മുന്നിൽ. വളരെ വളരെ ലേറ്റ്. പാവം ദേവി കൈമലർത്തി കാണിച്ചു കാണും. ആരോട്? കുമുദത്തിനോട്. അവൾ എന്ത് പ്രാർത്ഥിച്ചു? ഒരു വിവാഹം നടക്കാൻ. വധു ഈ ജാനകി, വരൻ ഈ രാവണൻ. വാത്മീകി പോയിട്ട് പുതിയ എഡിഷൻസ് പ്രിന്റ് ചെയ്തിറക്കുന്ന പബ്ലിഷർ പോലും പൊറുക്കില്ല അവളോട്. ഇതിഹാസമാണേ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നത്. സ്ത്രീജിതനല്ലാത്ത ശ്രീജിതനായ രാവണൻ ലങ്കയ്ക്കലങ്കാരമായ സൗന്ദര്യമായാണ് സീതാദേവിയെ കണ്ടത്. ആരാധിക്കാൻ, പൂജിക്കാൻ ഒരു വിഗ്രഹം പോലും. ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻസ് കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചിട്ടില്ല. തല്ലുകൊള്ളും അതാവും. പക്ഷെ ജനകപുത്രി മൈഥിലി, നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമല്ല. പിന്നെ എന്തിനാണ് ലങ്കേശ്വര എന്നെ ഈ ടൊയോട്ടോ പ്രാഡോയിൽ നീ തിരിച്ചു കൊണ്ടുവിടുന്നത്? കച്ചവടത്തിന്റെ നേരും നെറിയും. വാക്ക് പറഞ്ഞുപോയി നിന്നെ തിരിച്ചേൽപ്പിക്കാമെന്ന്. അതെ, വാക്ക് പാലിക്കണം. ശ്രീനിവാസൻ നമ്പ്യാരോടും വാക്ക് പറഞ്ഞുപോയി. നമുക്ക് വീണ്ടും ജനിക്കാം. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബത്തിൽ ഒരു പാട്ടുണ്ട്, നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം. ആലേന, ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും നിന്നെ ആർക്കും കൊടുക്കില്ല എന്ന്. എടാ IPS കാരൻ മോഡേൺ രാമ, മോനെ, നിനക്ക് ഈ ലോകത്ത് വേറെ എത്ര പെമ്പിളാരെ കിട്ടൂടാ കോപ്പെ? ഇന്ദ്രനീല ശോഭയാർന്ന ആകാശവീഥിയിൽ ഒരു പുഷ്പക വിമാനം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ, ഇവളൊഴികെ മറ്റെന്തും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ, ഞാൻ ഈ അമ്പോറ്റി കൊച്ചിനെ കൊണ്ട് പറന്നേനെ. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കൂ ശ്രീനി. ഒരുപാട് എനിക്ക് മനസ്സിലാവുന്നു ജാനകി. കാർത്തികേയൻ, നിന്റെ ലൈഫിലെ ആദ്യത്തെ ഒബ്സഷൻ, നിന്റെ ടീനേജിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞും നീ മനസ്സിൽ കൊണ്ടു നടന്ന ഡീപ് പാഷൻ.
മുഖം കൂട്ടി ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ ഞാൻ തയ്യാറാണ്. ബട്ട് നിന്നെ അവൻ കിഡ്നാപ്പ് ചെയ്തു. ഏതോ തമിഴ് വില്ലേജിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ദിവസങ്ങൾ. ഐ ടോൾഡ് യു, അതൊരു വീടായിരുന്നു. So what? So what? എന്നിട്ട് അവൻ നിന്റെ അച്ഛനോട് വിലപേശി. ഞാൻ അറിയാതെ നിന്റെ അച്ഛൻ കോംപ്രമൈസ് ചെയ്തു. ഭംഗിയായ ആ ബിസിനസ് അവസാനിപ്പിച്ചു. ഞാനാണ് വിഡ്ഢിയായത്. നിന്റെ ഭർത്താവുദ്യോഗവും കാത്തിരിക്കുന്ന ഒരു കിഴങ്ങനല്ല ഞാൻ. ഞാനൊരു പോലീസ് ഓഫീസറാണ്. എന്റെ ഡ്യൂട്ടിയാണ് അവൻ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനോട് നീ കോപ്പറേറ്റ് ചെയ്യണം. അത് മാത്രമാണ് എന്റെ ഡിമാൻഡ്. അത് മാത്രം. എനിക്കറിയാം ശ്രീനി പറയുന്നത് ശരിയാണെന്ന്. പക്ഷേ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എല്ലാം ഇതോടെ അവസാനിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങുമ്പോ അവിടെ മറ്റാരും മറ്റൊന്നും ഉണ്ടാവില്ല. ഐ സ്വെയർ. സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ആഗ്രഹിച്ച് പറയാൻ ഞാൻ. വേണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. നിന്നെ അവൻ തൊട്ടിട്ടില്ല എന്ന് പറ, ഞാൻ വിശ്വസിക്കാം. പക്ഷെ നീ എന്തിനാ അവനെ ഭയക്കുന്നത്? നിന്റെ ഒരു കംപ്ലൈന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ്, അത് മതി. ഒരിക്കൽ തീർക്കാൻ ബാക്കി വെച്ചതെല്ലാം കൂടി എനിക്ക് അവന് കൊടുക്കാൻ ഇതൊരു അവസരമാണ്. തീരില്ല ശ്രീനി. അറിയില്ല ശ്രീനിക്ക് അയാളെ. അത് ഞാൻ അഗ്രി ചെയ്യാം. നിന്റെ അത്ര എനിക്കറിയില്ല. പക്ഷെ നാളെ എനിക്കറിയാത്ത ചിലതെല്ലാം അവൻ പറഞ്ഞു നടന്നാൽ? ഞാനൊരു പുരുഷനാണ്. ചിലപ്പോഴൊക്കെ ഒരു റിയൽ മെയിൽ ഷോവനിസ്റ്റ്. ശ്രീനി പറയാതെ തന്നെ എനിക്ക് ഊഹിക്കാം യുവർ ഡൗട്ട്സ്. പക്ഷേ നെവർ കാർത്തികേയൻ. എന്ത് ഷുവർട്ടി ഉണ്ട് തരാൻ? ഒരു ചാരിത്ര സർട്ടിഫിക്കറ്റ്. നീ ഈ നിമിഷവും കന്യകയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ഒരു തെളിവ്. മതിയായില്ലേ നിനക്ക്? ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത മഹാപാപി. എന്നിട്ടും എന്തിനു കയറുമെന്ന് നീ? എനിക്ക് എന്റെ മോളെന്ന് വെച്ച അത്രയ്ക്ക് വലുതാ. എന്റെ പ്രാണം കൊടുക്കും ഞാൻ അവക്ക്. അതുകൊണ്ടാ നീ ജയിച്ചതും ഞാൻ തോറ്റതും. എന്താണ് ശേഖര സാറേ ജയവും തോൽവിയും? അതൊക്കെ അങ്ങ് ഇവിടെ. നമ്മൾ സെവൻസ് ഫുട്ബോൾ കളിച്ചതൊന്നും അല്ലല്ലോ. നിങ്ങൾ എൻ്റെ അച്ഛനിട്ടൊരു പണി പണിതു, ഞാനൊന്ന് തിരിച്ചു വെച്ചു. എനിക്കതിന് വലിയ ലാഭമൊന്നും തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ മകൾക്ക് നഷ്ടം സംഭവിച്ചു എന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ. എന്തിന്? തെറ്റു പറയാനോ? ഇവിടെ ആർക്കും കേൾക്കണ്ട, ഇറങ്ങിപ്പോ. ചെയ്തത് തെറ്റായി എന്ന് തോന്നിയിട്ട് വന്നതല്ല. ഒരു പരിഹാരം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്ന്, അതൊന്ന് പ്രസന്റ് ചെയ്യാൻ വന്നതാ. ജാനകിയെ ഞാൻ കല്യാണം കഴിച്ചോളാം. എന്തു പറഞ്ഞടാ നായേ? മംഗലശ്ശേരി നീലകണ്ഠനും ഞാനും ജന്മശത്രുക്കളാ. എനിക്ക് പോന്ന തരക്കാരനാ നീലൻ, അവന് ഞാനും. നീ ചെക്കനാ ഇന്നലെ കുരുത്തത്. എന്റെ ഉമ്മറത്ത് കയറി വന്നിട്ട് എന്നെ ഊശിയാക്കുന്ന വർത്താനം പറയരുത്. ശേഖര സാറേ, അങ്ങനെ വിളിക്കുന്നത് നിങ്ങൾ എന്റെ സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചുകൊണ്ടൊന്നുമല്ല. വിളിച്ച ശീലം ശേഖരൻ എന്ന് തന്നെയാണ്. ഇത് റെസ്പെക്ട് ചെയ്യുന്നതാ. പിറന്നു വീണ നാള് മുതൽ അച്ഛന്റെ ശത്രു എന്ന് ലോകം മുഴുവൻ പാടിക്കേട്ട പേരിനോടൊരു ബഹുമാനം. അല്ലെങ്കിൽ എന്റെ മാറിൽ വീണ കൈ വന്ന രൂപത്തിൽ തിരിച്ചയച്ചിട്ടില്ല ഏതവന്റെ ആയാലും. ഇവളോട് ചോദിച്ചു നോക്ക്. അവക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെയും. അനുഗ്രഹിച്ചില്ലേലും ശപിക്കാതെ ഇവളെ എന്റെ കൂടെ പറഞ്ഞയച്ചോ, ഞാൻ പോറ്റിക്കോളാം. ജാനകി, ഞാൻ മറ്റൊരാളിന്റെ ഭാര്യയാവാൻ പോകുന്നവളെ സ്വന്തമാക്കാൻ വന്നവനല്ല. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയ പോലീസ് രാമൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നറിഞ്ഞിട്ട് വന്നവനാണ് ഞാൻ. അതിന്റെ കാരണം ഞാനായതുകൊണ്ട്. ഇനിയും എന്തിനാണ് നമ്മൾ ഈ നിഴൽക്കുത്ത് കളിക്കുന്നത്? പറ. നമുക്ക് പരസ്പരം ഇഷ്ടമാണെന്ന്. ഇവരുടെ അനുവാദം വാങ്ങിച്ച് നമുക്ക് സുഖമായി ജീവിക്കാവിടോ. അഗ്നിശുദ്ധിയും വനവാസവും കൽപ്പിക്കാൻ ശ്രീരാമദേവനൊന്നുമല്ലവൻ. മേൽച്ചുണ്ടിന്റെ പുറത്ത് വളർന്ന രോമങ്ങളെ വെട്ടി ഒതുക്കി മിനുക്കി നടക്കുന്ന പുരുഷാകാരമുള്ള ഒരു സവാരി ഗിരിഗിരി ക്ലാപ്പൻ. ജാനകി, നീ എന്താടി ഇങ്ങനെ? നമുക്ക് കാര്യങ്ങൾ ഇപ്പോഴേ സെറ്റിൽ ചെയ്യാടി. എന്താ സുഹൃത്തെ, രാമൻ സീതയെ രാവണൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു. കഥയിൽ നിങ്ങളാണ് രാവണനെങ്കിൽ രാമൻ ചുറ്റിപ്പോവും സാർ. തീരുമാനം എന്റേതാണ്. മറുപടി തരേണ്ടത് കാർത്തികേയനാ. നിനക്കുള്ള മറുപടി ഞാൻ തരാം. കൊല്ലം കുറെ നിന്റെ അച്ഛന്റെ നിഴലായി നടന്നതിന്റെ അധികാരാന്ന് കുട്ടിക്കോ. ഇതാ നിന്റെ പെണ്ണ്. നീയും ഇവളും തമ്മിൽ ചേരും. അത് ശരി, എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത പരിപാടിയാ. സോറി, ഐ ആം ഇൻ എ ഹറി. സോ വിഷ് യു ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. മിസ്റ്റർ SP. യെസ്. I wish you a... No. We wish you a happy Savari Girigiri.